മൂവി ഭയങ്കര ഇമോഷണലാണ്, പക്ഷെ നമുക്ക് ഭയങ്കര ഹീലിംഗ് ആണ്. കുറച്ച് ഇമോഷണൽ സൈഡ് പിടിച്ചിട്ടുണ്ടെങ്കിലും ആ പടത്തിൻ്റെ നന്നായിട്ട് ആ ഒരു ലെവൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. മാർവൽ അവസാനം അവരുടെ ഇമോഷൻസും ഹ്യൂമറും തിരിച്ചു കൊണ്ടുവന്നു. സൂപ്പർ പടം ഹൽക്കോണ്ടായി വലിയ ആക്ഷൻ ഒന്നും പ്രതീക്ഷിക്കണ്ട, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇറങ്ങാം. അടിപൊളി. കുറച്ച് ഇമോഷണൽ സൈഡ് പിടിച്ചിട്ടുണ്ടെങ്കിലും ആ പടത്തിൻ്റെ നന്നായിട്ട് ആ ഒരു ലെവൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും മാക്സിമം ഒന്ന് കാണുക, സ്പോയിൽ ചെയ്യാതിരിക്കുക. നല്ല പടം. എൻ ക്രെഡിറ്റ് ഇല്ല, സ്പോയിൽ ചെയ്യല്ല. എൻ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാലും എന്താ ഇതുപോലെ ഇതുവരെ ഒരു അടുത്ത പടത്തിനേക്കുള്ള ഒരു ഇത് വെച്ചിട്ടാണ് പോയേക്കുന്നത്. സ്പോയിൽ ചെയ്യുന്നു. നല്ല പടം, എല്ലാവരും ഒന്ന് കാണും. മാർവൽ അവസാനം അവരുടെ ഇമോഷൻസും ഹ്യൂമറും തിരിച്ചു കൊണ്ടുവന്നു. പണ്ടത്തെ ആ ഫേസ് 4 ആ ഇമോഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് തിരിച്ചു വന്നിട്ടുണ്ട്. അത് അധികം സ്പോയിൽ ചെയ്യുന്നില്ല. ദിസ് ഇസ് എ ഫൺ മൂവി, ആർക്കും വേണമെങ്കിലും കാണാം. പണ്ടത്തെ ഒരു ലാഗ് ഉണ്ടായിരുന്നല്ലോ, ആ ലാഗ് ഒക്കെ മാറിയിട്ടുണ്ട്. അതെ, കരയിപ്പിക്കുമായിരിക്കും ചിലരെ, പക്ഷേ അത്യാവശ്യം ഇമോഷൻസ് ഉണ്ട് ഈ മൂവി. പിന്നെ നല്ലപോലെ ഹ്യൂമർ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല സ്ക്രിപ്റ്റാണ്. അതിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ട്, പക്ഷേ അതൊരു സ്പോയിലറാണ്, അത് ആരും പറയുന്നില്ല. അത് കണ്ടു നോക്കുക. എൻ ക്രെഡിറ്റ് കാണാം. അത് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ ഗെയിം കാണണം. നെറ്റ് പറയുന്നുണ്ട്, ഡോണ്ട് സ്പോയിൽ ഇറ്റ് ഫോർ എനിവൺ. ഓക്കെ, താങ്ക് യു. സൂപ്പർ പടം. പടം ഹൽക്കോണ്ടായി കൊള്ളാം. അടിപൊളി. സൂപ്പർ. സങ്കടം അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. വലിയ ആക്ഷൻ ഒന്നും പ്രതീക്ഷിക്കണ്ട, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇറങ്ങാം. അടിപൊളി. എങ്ങനെ കൊള്ളാം. സാധാരണ ഇമോഷണൽ ആണല്ലോ സ്പൈഡർമാൻ. അത് ഇച്ചിരി കൂടുതലെത്താവണം. ബ്രോക്കൺ ആയിട്ടുള്ള വ്യക്തിയാണ്, ലോൺലിനെസ് ആണ്. അങ്ങനെ ഒരു അത് ഫിക്സ് ആകത്താണ്. കഥ പറഞ്ഞാൽ പടത്തിന്റെ കഥ പറയാൻ പറ്റും. നൈസ്. ലൈക്ക് ഓൾമോസ്റ്റ്. മൂവി ഭയങ്കര ഇമോഷണലാണ്, പക്ഷെ നമുക്ക് ഭയങ്കര ഹീലിംഗ് ആണ്. നമ്മുടെ ബ്രോക്കൺനെസ് മാറ്റുന്ന രീതിയിലുള്ള ഇമോഷണൽ മൂവിയായിരുന്നു. ലോൺലിനെസ് പരിഹാരമാണ്. ചില പുതിയ കാര്യങ്ങൾ, തീരുമാനങ്ങൾ. അത് പറയാൻ പറ്റത്തില്ല, സീക്രട്ട്. അതങ്ങനെ തന്നെ ഇരുന്നിട്ട് അതിൻ്റെ ഭംഗിയതാ. അപ്പോൾ എല്ലാവരുടെയും റിവ്യൂ കേട്ടല്ലോ. സ്പൈഡർമാൻ എനിക്ക് കണ്ടിട്ട് തോന്നിയത്, സ്പൈഡർമാനിലെ ഏറ്റവും വലിയ വില്ലൻ സ്പൈഡർമാൻ്റെ ലോൺലിനെസ് തന്നെയാണ്. എന്ന് വെച്ചാൽ ഏകാന്തം തന്നെയാണ്. ഇവിടെ സ്പൈഡർമാൻ ഒറ്റയ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ. ബ്രാൻഡ് ഒരു സൂപ്പർ ഹീറോ സിനിമ മാത്രമല്ല, ഒരു മനുഷ്യൻ ഒറ്റയ്ക്കായി പോയതിൻ്റെ ഒരു കഥയാണ് ശരിക്കും പറയുന്നത്. മാർവൽ സിനിമയിൽ സാധാരണ വിഷ്വൽ എഫക്ട്സ്, ആക്ഷൻസ് ഇതൊക്കെ നല്ല കൂടുതലായിരിക്കും. പക്ഷേ സ്പൈഡർമാൻ സിനിമയിൽ അതൊക്കെ കുറച്ച് കമ്മിയാക്കിയിട്ടുണ്ട്. കാരണം ഇവിടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത് പീറ്റർ പാർക്കറിൻ്റെ ഒരു ഏകാന്തത തന്നെയാണ്. ബാറ്റ്മാൻ ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്കാണ്, പക്ഷെ അത് ബാറ്റ്മാൻ തിരഞ്ഞെടുത്താണ്. പക്ഷെ സ്പൈഡർമാൻ അങ്ങനെയല്ല. സ്പൈഡർമാൻ എല്ലാവരുമായിട്ട് സഹകരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തി ഒറ്റയ്ക്കാകുമ്പോഴുള്ള അവസ്ഥ, ഇപ്പോൾ പേഴ്സണലി നമ്മുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇരിക്കുകയായിരിക്കും. പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ഒറ്റയ്ക്കായി പോയാൽ നമുക്ക് എന്തായിരിക്കും ഫീൽ ഉണ്ടാവുക? ഞാൻ ഒറ്റയ്ക്കായി പോയി എന്നുള്ള തോന്നലുണ്ടാവില്ലേ? ആ ഒരു തോന്നൽ തന്നെയാണ് ഇവിടെ പീറ്റർ പാർക്കറിനും ഇവിടെ ഉണ്ടായിരിക്കുന്നത്. സിനിമ കണ്ടിട്ട് പലർക്കും വിഷമമായിട്ടുണ്ട്. അവിടെ സ്പൈഡർമാൻ കരയുന്നില്ല, പീറ്റർ പാർക്കറാണ് തകരുന്നത്. ആ ഇമോഷൻസ് ആണ് ഇവിടെ വർക്കൗട്ട് ആയിരിക്കുന്നത്. ആ ഇമോഷൻസ് ആണ് ഇവിടെ ശരിക്കും സിനിമയിൽ കാണിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് മാർവലിൻ്റെ സിനിമകളിൽ എല്ലാത്തിലും ആക്ഷൻസ് കൂടുതലായിരുന്നു. എൻഡ് ഗെയിമിന് ശേഷം അത്യാവശ്യം ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്തിട്ട് എഴുതിയ സ്ക്രിപ്റ്റ് തന്നെയാണ് സ്പൈഡർമാൻ. സ്ക്രിപ്റ്റാണ് ഇതിലെ നായകൻ, സ്ക്രിപ്റ്റാണ് ഇതിൽ എല്ലാം. ബ്രാൻഡ് ന്യൂ ഡേയിൽ ഒരു വില്ലനെ തോൽപ്പിക്കുന്ന കഥ മാത്രമല്ല പറയുന്നത്, സ്വന്തം ജീവിതം എങ്ങനെയാണോ അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു കഥ തന്നെയാണ്. ഇവിടെ മാർവൽ ശരിക്കും പറഞ്ഞാൽ ആക്ഷൻസ് കുറച്ച്, സ്പൈഡർമാൻ്റെ സീന് കുറച്ചും പീറ്റർ പാർക്കറിനെയാണ് കൂടുതലായിട്ട് കാണിച്ചത്. കാരണം പീറ്റർ പാർക്കർ എന്ന വ്യക്തിയെ ആൾക്കാർക്ക് മിസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ മാർവൽ ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സ് അല്ല കാണിച്ചത്, പീറ്റർ പാർക്കർ എന്ന വ്യക്തിയെ മിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കഥയാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് റിവ്യൂവിൽ പലരും ഇതിൽ ശരിക്കും പറഞ്ഞാൽ മാർവലിൻ്റെ ഒരു റീസെറ്റ് ആണ് എന്ന് പറയുന്നത്. നല്ലൊരു എൻഡ് ക്രെഡിറ്റും ഉണ്ട്, അതാരും മിസ്സാക്കരുത്. എല്ലാവരും അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. മാർവൽ ഫാൻസ് പൊതുവെ എൻഡ് ടൈറ്റിൽ കാണുമ്പോൾ അങ്ങനെ ഇറങ്ങി പോകാറില്ല, മൊത്തത്തിലിരിക്കും. അതുകൊണ്ട് എൻഡ് ക്രെഡിറ്റ് ഒരിക്കലും മിസ്സാക്കരുത്. മാർവൽ യൂണിവേഴ്സിൽ ഒരുപാട് ശക്തിയുള്ള ഒരു ക്യാരക്ടർ അല്ല സ്പൈഡർമാൻ. ഇമോഷണലി വീക്ക് ആയതും കൊണ്ട് തന്നെ, ജനങ്ങളായിട്ട് നല്ല റിലേറ്റ് ചെയ്യുന്നതും കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് സ്പൈഡർമാൻ മാറുന്നതും.